എല്ലാം പ്രാർത്ഥന വേണം. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യം. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 1 to 3. വായിച്ചു. യെസ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെച്ചതുമായ യേശുവിനെ നോക്കുക. തന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുപ്പാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു. ഒരു നിമിഷം കണ്ണടയ്ക്കാം. പ്രാണപ്രിയ, സ്വർഗം അങ്ങേ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. ഈ ഭവനാങ്കണത്തിൽ ഇത്രത്തോളം ദൈവജനത്തിന് ഒരുമിച്ച് കൂടി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ കൃപ തന്നു. കർത്തൃദാസനിലൂടെ നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് തന്നു, ഞങ്ങളോട് സംസാരിച്ചു, നല്ല സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചു. എല്ലാറ്റിനായി സ്തോത്രം. തുടർന്നും ദൈവവചനത്തിന് ഉറ്റാഗ്രഹങ്ങളായിരിക്കുകയാണ്. ഈ വചനം അവിടുത്തേതാണ്, ഇത് ശ്രദ്ധിക്കുന്ന നിന്റെ ജനം അവിടുത്തേതാണ്, ശുശ്രൂഷിക്കുന്ന അടിയൻ അവിടുത്തേതാണ്. ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ ഈ സന്ധ്യാസമയത്ത് ദൈവവചനം ഞങ്ങൾക്ക് തെളിയിച്ചു തരണം. പരിശുദ്ധാത്മാവിന് ചെയ്യുവാനുള്ള എല്ലാ ക്രിയകളും ഈ സന്ധ്യയിൽ ഇവിടെ ചെയ്യണം. പിതാവേ, അവിടുത്തെ ഓമനപുത്രൻ ഞങ്ങളുടെ നടുവിൽ മഹത്വപ്പെടണം. മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കും. ഈ ദീർഘമായൊരു സബ്ജക്റ്റായി 3 വാക്യമൊന്നും പറഞ്ഞു തീരാൻ പറ്റുകയില്ല. 1-ാം വാക്യമെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ എന്നവർക്ക് അത്യാവശ്യം ഈ നമ്മളാരും, പ്രത്യേകിച്ച് ഖത്തറിലുള്ള അല്ലെ വിദേശ രാജ്യങ്ങൾ നാട്ടിലേക്കാൾ കൂടുതൽ പ്രസംഗം കേൾക്കുന്നവരാ. എത്രയോ ദൈവദാസന്മാർ വരുന്നു, ഭയങ്കര പ്രസംഗങ്ങൾ, വചനത്തിന്റെ ആഴമൊക്കെ പറയുന്നു. അതൊക്കെ നമുക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ വലിയ പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തപ്പെടുന്ന ചില ചിന്തകൾ അതെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥനയോടിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു വിശ്വാസി ഓട്ടക്കളത്തിലാണ്. ആ ഓട്ടക്കളത്തിൽ ഓടുന്ന വിശ്വാസിക്ക് മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കൊരു മാതൃക വെച്ചു പോയൊരു മാതൃകാ പുരുഷനുണ്ട്. 17-ാം സങ്കീർത്തനം 5-ാം വാക്യം നാം വായിക്കുമ്പം എൻ്റെ നടപ്പ് അവൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. എൻ്റെ കാലെന്തോ ചെയ്തില്ല. എപ്പോഴും ശ്രദ്ധിച്ചോണേ, നടപ്പ് എവിടെ ആയിരിക്കണം? ആ ചുവടുകളിൽ. അങ്ങനെയാണെങ്കിൽ കാൽ വഴുതാതെ നമ്മൾ ചിലപ്പം പാടത്തില്ലേ, വഴുതിയിടാതെ അവൻ എന്നെ കരങ്ങളിൽ താങ്ങും. അവന്റെ ചുവടുകളിൽ ആ പാദങ്ങൾ വെക്കുന്നെങ്കിൽ നീ ഒന്നും പേടിക്കണ്ടെന്ന്. ഫേസല്ലോ, ധൈര്യത്തോട് മുന്നോട്ട് പോകൂ. കാർമുകിൽ ഭീകരമായി നിൽക്കുമ്പോ അതിന്റെ നടുവിൽ എന്തോ കാണുക? ഇന്നൊരു ശോഭ കാണിക്കുക. കാർമുകിൽ ഭീകരമായി അടിച്ചു വരുമ്പോ പേടിക്കണ്ടെന്നേ. അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഫേസ്തല്ലോ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഇതൊരു വാണിംഗ് ലെറ്റർ, മുന്നറിയിപ്പ്. നമുക്കറിയാം, വാണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ദൈവജനത്തിന് മുന്നറിയിപ്പുകൾ ദൈവജനത്തിൽ നിരവധിയുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാൻ പാസ്റ്റർ ചെങ്ങന്നൂരോട്ട് അടുത്ത ആളാണ്. ചെങ്ങന്നൂർക്കപ്പുറത്തെ പടിഞ്ഞാറ് കോടുകുളഞ്ഞ് വഴി യാത്ര ചെയ്തതാണോ? ആലപ്പുഴയ്ക്ക് വല്ലതും പോയോ? ഇല്ല, അല്ല, മോൻ്റെ കാര്യത്തിന് വേണ്ടി. ഇപ്പൊ കോടുകുളഞ്ഞ് വഴിയാണോ പോയെ? ഇപ്പുറത്തോടാ, വലിയൊരു വഴിയാണ് പോയത്. അപ്പൊ ഈ കോടുകുളഞ്ഞ് വഴി ചെങ്ങന്നൂർ അടുത്തുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കോടുകുളഞ്ഞി കൂടെ പോകുമ്പം മുമ്പ് ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഈ റോഡ് വെള്ളം കയറി മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം മാർച്ച് ഏപ്രിൽ മാസം നമ്മളതിൽ പോയാൽ, ജനുവരി, ഇങ്ങനെ ആ മാസങ്ങൾ പോയാൽ നമുക്കൊരു വിരോധാഭാസം തോന്നും. എടാ, ഈ റോഡ്, പ്രത്യേകിച്ച് കോടുകുളഞ്ഞൊക്കെ പൊങ്ങിക്കിടക്കുന്ന സ്ഥലം, ചെങ്ങന്നൂർക്കാർ വല്ലതും ഉണ്ടോ ഇവിടെ? കോടുകുളഞ്ഞ് അറിയാമല്ലോ അല്ലേ? അപ്പൊ അത്ര വെള്ളമൊന്നും കയറുന്ന. എന്നാൽ
ഇവിടെ നമ്മുടെ ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ വൈസ്രോയി ഇവിടെ ഭരിച്ചപ്പം അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ, അന്ന് ആലപ്പുഴ ജില്ലയാ, പത്തനംതിട്ടയൊക്കെ പിന്നെ വന്നേ, കൊല്ലം ആലപ്പുഴ ജില്ലയുടെ ഭരണാധികാരി അല്ലെ കളക്ടർ എന്ന് പറയുന്ന പോലെ, അന്ന് അവരെന്നാ പേര് പറഞ്ഞത് എനിക്കറിയത്തില്ല, പണ്ടറിയായിരുന്നു, ഇപ്പം അത് മറന്നുപോയി. കളക്ടർ എന്ന് വെച്ചു. അദ്ദേഹം ഇങ്ങനെ കിഴക്കൂന്ന് പടിഞ്ഞാട്ട് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. പരിചയമില്ല, കേരളത്തിന്റെ കാലാവസ്ഥ പരിചയമില്ല. ഒരു ജൂലൈ മാസത്തിലാണെന്നാ എൻ്റെ ഓർമ്മ. ഇദ്ദേഹം പോയി, ഇദ്ദേഹത്തിന്റെ ഡ്രൈവർക്കും വലിയ പരിചയം നാടുമായിട്ടില്ല. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയി. കൊടുകുളഞ്ഞിക്കടുത്ത് ആ ഇറക്കത്തിലൂടെ ചെല്ലുമ്പം മലവെള്ളം പാഞ്ഞു വന്ന് കാറും അതേ കളക്ടറും എല്ലാം കൂടെ വെള്ളത്തിലായിപ്പോയി, ചത്തുപോയി, കിട്ടിയില്ല. വളരെ ദിവസങ്ങൾ കഴിഞ്ഞ കാറൊക്കെ എടുത്തത്. അന്ന് PW ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ ഭരണാധികാരി അവിടെ കൊണ്ടൊരു ബോർഡ് വെച്ചതാ, ഇനി ഒരുത്തനും എന്തോ ചെയ്യരുത്, മുങ്ങിപ്പോകരുത്, ഈ റോഡ് എന്ന് പറഞ്ഞ പോലെ ഈ ബൈബിളിൽ വാണിംഗ്, മുന്നറിയിപ്പ് തന്നിരിക്കുക. ഈ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളുണ്ട്. 27 പുസ്തകങ്ങൾ, 21 ലേഖനങ്ങളാണ്. അതിൽ 14 ലേഖനം റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെ പൗലോസിൻ്റെതാണെന്നാണ് വേദശാസ്ത്രികൾ. ബാക്കി 13 ലേഖനത്തിൻ്റെയും മുഖവരയിൽ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് എഴുതുന്നൊക്കെ, കർത്തദാസനായ പൗലോസൊക്കെ പല പേര് എല്ലാം അടിപ്പത്തോടും. എബ്രായ ലേഖനത്തിൽ ഓദർ അണ്ണോണ, തിരശ്ശീലക്കകത്ത് മറന്നു നിന്നുകൊണ്ട്, പക്ഷേ ഭയങ്കര പെയിനോട് ജനം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ഇറങ്ങിത്തിരിച്ച ചൂടിൽ നിന്ന് പുറകോട്ട് പോകാൻ കാരണം, അന്ന് ഭയങ്കരമായൊരു യഹൂദ മതത്തിൽ നിന്നാണല്ലോ ആദ്യം വിശ്വാസികളുണ്ടായി. അവരിൽ ഇങ്ങനെ പരീക്ഷപക്ഷത്തൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ആഠ്യത്വമുള്ള ആളുകൾ അവർ പഠിപ്പിച്ചു. ആദ്യം ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയും ഇപ്പം ന്യായപ്രമാണമൊക്കെ അനുസരിച്ചിട്ട് പിന്നെ ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിച്ചു. പൗലോസൊക്കെ അതിനെ ശക്തമായി എതിർത്തു. പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിന്റെ പരിച്ഛേദനയാ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്റെ തൂലിക ശക്തമായി അതേ ഉപയോഗിച്ചുകൊണ്ട് പഴയ നിയമം ലേവ്യ പുസ്തകവും ലേവ്യ പ്രമാണങ്ങളും എടുത്തു കാണിച്ചുകൊണ്ട് എബ്രായ ലേഖനം എഴുതുകയാണ്. എഴുതി വരുമ്പം 11-ാമത്തെ നമുക്കറിയാം, വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട പട്ടിക എഴുതി. ഇനിയും കുറെ പേരുടെ പേരൂടെ പറയാനുണ്ട്, പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എഴുതിയത് അതേ പരിമിതപ്പെടുത്തിക്കൊണ്ട് നിർത്തിയിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പം നമുക്കെല്ലാം ഒരു മുന്നറിയിപ്പ്, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ ആ സാക്ഷികളുടെ വലിയ സമൂഹം, നമ്മൾ എന്നാ ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. നമ്മൾ ചിലപ്പം പാടത്തില്ലേ, ഓട്ടക്കളത്തിൽ ഓടുന്നു അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുത്തനെ പ്രാപിക്കത്തുള്ളൂ. നിങ്ങളും എന്തോ ചെയ്യണം? പ്രാപിപ്പാൻ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ് അത് പറഞ്ഞു. വേണമെങ്കിൽ എടുത്തു വായിച്ചു, ഞാൻ ഈ തൊഴിലാന്ന് കൊണ്ടൊന്നും വല്ലതും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അതുകൊണ്ട് പുസ്തകത്തിലുള്ളതാണെന്ന്. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. അടുത്ത പദം ശ്രദ്ധിക്കണം, നിങ്ങളും. അങ്ങനല്ലേ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം. നമ്മളല്ലേ സഹോദരി സാറുമാരെ, കുഞ്ഞുങ്ങളെ, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. നമ്മൾ വിന്നേഴ്സായിട്ട് ഇന്നിപ്പം 10-ാം ക്ലാസ്സില് അല്ലേ, പിന്നെ 10-ാം വന്നോട് 12th നല്ല മാർക്ക് മേടിച്ച് ജയിച്ച 2 കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അവാർഡ് കൊടുത്തു. സിയുടെ വക അല്ലേ, സിയുടെ അല്ലേ കൊടുത്തു. അതൊരു സന്തോഷമാണ്. ഈ സഭയുടെ നടുവിൽ ഈ കുഞ്ഞുങ്ങൾക്കത് കിട്ടിയപ്പം നമ്മളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. സിയുടെ പ്രവർത്തനങ്ങളെ ദൈവം ആദരിക്കട്ടെ. എന്നാൽ നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ ഒരു അവാർഡ് നമുക്കുണ്ട്. ഇവിടെയല്ല കാര്യം. ഇവിടെ നമ്മൾ ഓടാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ഈ വിശ്വാസി കളിക്കളത്തിലല്ലെന്ന കാര്യം ഓർത്തോണം. ഓട്ടക്കളത്തിലാണ്, അപ്പോൾ തന്നെ പോർക്കളത്തിലും കൂടാ.
നമുക്ക് പോരാട്ടമുണ്ട്. ആരോടല്ല? ഇടരക്തങ്ങളോടല്ല. എനിക്ക് ബിജു പാസോടോ റിച്ചാർഡിനോടോ എക്സോ വയ്യോ നിങ്ങളവിടെ ആരോടും അല്ല. നിങ്ങൾക്കും അങ്ങനല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡവും രക്തമുള്ള മനുഷ്യനോടല്ലെന്ന്. പക്ഷെ നമ്മളെ പിശാച് അങ്ങനെ ആക്കും. നമ്മെ തമ്മിൽ തല്ലിപ്പിക്കും. നമ്മെ തമ്മിൽ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയിപ്പിച്ചും അതെ ദൈവകൃപ നഷ്ടപ്പെടുന്ന പറയും. ഇവിടെ അങ്ങനെയുള്ള ആരും ഇല്ലാത്ത കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരിക്കലും ഉണ്ടാകരുത് കേട്ടോ. പിശാചിന്റെ ഏജന്റുമാരായി തീരാൻ നമുക്ക് ആർക്കും ഇടയാകരുത്. ക്രൈസ്തല്ലോ. പിന്നെ നമുക്ക് പോരാട്ടമുള്ളത് ആരോടൊക്കെയാ? 4 കൂട്ടരോടാ. വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പൊ ഈ ലോകത്തിന്റെ അധിപതിയുണ്ട്, ലോകത്തിൽ വാഴുന്നവണ്ട്. ഈ 4 ഗ്രൂപ്പിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അത് ഡൈവേർട്ട് ചെയ്ത് നമ്മെ തമ്മിൽ പോരാടിപ്പിക്കുന്ന പൈശാചിക തന്ത്രം എപ്പോഴും ദൈവമക്കൾ തിരിച്ചറിവാണ്. ഞാൻ ഒരു 50 വർഷം ദൈവസഭയെ ശുശ്രൂഷിച്ച ഒരു പഴയ ഉപദേശി എന്ന നിലയിലൊക്കെ പറയുക, ഞാൻ നിങ്ങൾക്കൊരു വാണിംഗ് തരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ പ്രാപിക്കാൻ തക്കോണം ഓടണ്ടേ. ചുമ്മാതെ കൈയടിച്ചുകൊണ്ടോ കുട്ടിപ്പാടിയുകൊണ്ടോ സഭായോഗത്തിന് വന്നതുകൊണ്ടോ ആയില്ല. സഭായം കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വരെ നമ്മൾ മറ്റൊരു മണ്ഡലത്തിലല്ല, ഈ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ അകത്ത് പ്രാപിച്ച ദൈവകൃപ ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ, വിവിധ നിലകളിൽ നല്ല പോസ്റ്റ് ജോലി ചെയ്യുന്നവരും, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ കാണും, ഓഫീസുകൾ ജോലി ചെയ്യുന്നവർ കാണും, ഫീൽഡിൽ എവിടെയൊക്കെ ആണെങ്കിലും നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ എപ്പോഴും ഓർത്തോണം. ഞാൻ ഓട്ടക്കളത്തിലാണ്, ലക്ഷ്യം അതാണ്, എന്ന ആശയം അതാണ്. എൻ്റെ ജീവനാഥനെ ഒന്ന് കാണണം. ഈ ലക്ഷ്യത്തിലായിരിക്കണം ഓടണ്ടേ. അപ്പൊ ഓടുമ്പം കുരുതി ലേഖനത്തിലെ താഴത്തെ വാക്യം 25-ാം വാക്യം വായിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് തൊട്ട് ഞാൻ പറഞ്ഞു. ആ സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അങ്കംപുര പൗലോസ് സ്പോർട്സിലേക്ക് തിരിഞ്ഞിട്ട് അങ്കംപുര എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, സമയം കളയുന്നില്ല. സകലത്തിലും എന്തോ ചെയ്യുക? വർജനം ആചരിക്കുക. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളുകളായിരിക്കുന്ന കുറെ പേരെങ്കിലും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പോർട്സിൽ ഒരു കുഞ്ഞ് ജോയിൻ ചെയ്താൽ പിന്നെ അവന് ഇഷ്ടം പോലെ കുടിക്കാനും ഇഷ്ടം പോലെ കഴിക്കാനും ഇഷ്ടം പോലെ പ്രവർത്തിക്കാനും പറ്റത്തില്ല. അവൻ്റെ അതേ ഇൻസ്ട്രക്ടർ പറയുന്ന അതുപോലെ കുടിക്കുന്ന വെള്ളത്തിന് കണക്കുണ്ട്, കഴിക്കുന്ന ആഹാരത്തിന് കണക്കുണ്ട്. അവൻ അൺലിമിറ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഓടി ജയിക്കണോ? വർജനം ആചരിക്കണം. വർജനം ആചരിക്കാന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഭാഷയിലങ്ങ് പറഞ്ഞാൽ വേർപാട് ആചരിക്കണമെന്ന്, വർജിക്കണമെന്ന്. നമുക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല. എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാരും കാണിക്കുന്നതെല്ലാം കാണിക്കാൻ പറ്റുകയില്ല. നാടോടുമ്പം നടുവേ ഓടുകയും ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുമുറി തിന്നുകയും ചെയ്യുന്ന രീതിയല്ല. ഞാൻ ചിലപ്പോൾ ഇന്നലെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം 2 പെൺകുഞ്ഞുങ്ങൾ അവരുടെ പേരൻസ് ഇങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എന്നെയുമായിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് 12th കഴിഞ്ഞു, ഹയർ സ്റ്റഡിക്ക് വേണ്ടി വിദേശത്ത് പോവുക. ഞാൻ പറഞ്ഞു, മോളെ 2 കാര്യം എനിക്ക് ഇതിനോട് പറയണ്ട. അവരുടെ 2 വാക്യം പറഞ്ഞുള്ളൂ. ഒന്ന് ഞാൻ അങ്ങ് പറയാം. ഒരു ചെറിയ കുഞ്ഞുങ്ങൾ മോനടുത്ത പഠിക്കാനൊക്കെ പോകുമ്പോൾ ഓർത്തോണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം മറക്കാതെ വായിക്കണം കേട്ടോ. മോനോട് പറയാം, വായിക്കണം. വായിച്ചാൽ പോരാ. ഈ ദാനിയേൽ എന്നൊക്കെ പറയുമ്പം 10-17 വയസ്സുള്ളപ്പം നല്ല ടീനേജിൽ അടിമച്ചെറുക്കനായിട്ട് പിടിച്ചോണ്ട് പോവാ. രാജകൊട്ടാരത്തിൽ വളർന്നാണെങ്കിലും ഇപ്പം ആരാ നിങ്ങൾക്കറിയാമോ? ബാബേൽ പ്രവാസത്തേക്ക് ഇവരെ കൊണ്ടുപോയപ്പോ ഒക്കെ ഇവര് ഭയങ്കരമായിട്ട് സഫർ ചെയ്തു. നഗ്നരാക്കിയും പീഡിപ്പിക്കപ്പെട്ടും കൊണ്ടുപോയി. അതിനകത്തുനിന്ന് കൊള്ളാമെന്ന ചോരയും നീരുമുള്ള അതിനെ രാജകൊട്ടാരത്തിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ദാനിയേലിനെയും ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രഗോപിനെയും കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം അവരെ പ്രത്യേകം പാർപ്പിച്ചിരിക്കുക. ദാനിയേൽ പറഞ്ഞു, അവൻ്റെ അകത്തൊരു പ്രമാണമുണ്ട്. രാജാവ് തിന്നുന്ന ഭക്ഷണവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കൽ. ഒരു യഹൂദന് നിക്ഷിപ്തമാ ചിലത്. അവന് രക്തത്തോടുകൂടെ കഴിക്കാൻ പറ്റത്തില്ല. അവന് കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഒരു പ്രമാണമുണ്ട്. 17 വയസ്സിന് മുമ്പേ അപ്പനും അമ്മയും എന്തോ ചെയ്തു?
കുറഞ്ഞ പക്ഷം അന്നത്തെ അവന്റെ ന്യായപ്രമാണം അവനെ 12 വയസ്സിനകം യഹൂദ പിള്ളേരെ, നമ്മളൊക്കെ നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്നേ. ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനോ യുവജന കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനോ എത്ര പേരൻസ് ബന്ധപ്പെടുന്ന എനിക്ക് അറിയത്തില്ല. ഒരു യഹൂദനാണെങ്കിൽ എന്തിന് നമ്മൾ ഈ മുസ്ലിം പിള്ളേരെ ശ്രദ്ധിച്ച്, ഞാൻ ഈ കോഴിക്കോട് മലബാറിലൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല നമ്മുടെ നാട്ടിലും ഉണ്ട്. വെളുപ്പാൻ രാവിലെ കോടമഞ്ഞൊക്കെ ഉള്ള സമയത്തും ഈ കുഞ്ഞ് പെൺപിള്ളേർ നല്ല ഇറക്കമുള്ള പാവാടയൊക്കെ ഇട്ട് ആ പിള്ളേർ മുണ്ടും കൈയൊക്കെ നീർത്തൊരു ഷർട്ടും ഒക്കെ ഇട്ട് തലയൊരു അവരുടെ തൊപ്പിയൊക്കെ വെച്ച് എവിടെ പോവാ? മദ്രസയിൽ പോവുക. എന്തിനാ? മതത്തെക്കുറിച്ച് പഠിക്കാൻ. 10-12 യഹൂദനെ അവൻ ഫോളോ ചെയ്യുന്ന ആ കാര്യത്തിൽ അതേ എല്ലാം ഇങ്ങനെ പഠിച്ച് ഒക്കെ വരിക. നമ്മുടെ പിള്ളേർക്ക് 12 വയസ്സായി കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ യഹോവന്റെ ഇടയനാകുന്ന എനിക്ക് ഓട്ടം ഉണ്ടാകില്ലെന്ന് യേശു കണ്ണുനീർ വാർത്ത തന്നെ അപ്പുറത്ത് വല്ലതും അറിയാവോ? അറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിയണം. പഠിക്കുന്ന പറഞ്ഞ് പിള്ളേരെ നമ്മൾ ബഹളം വെക്കാറില്ലേ? അമ്മമാരും പപ്പന്മാരും അല്ലേ ഇവിടെ ഇരിക്കുന്നത് കൂടുതലും പേര്. എല്ലാവരുടെയും ഫാമിലി ഇവിടെ ഇല്ലെങ്കിലും നാട്ടിലാണേലും ഉണ്ട്. നിങ്ങൾ എത്ര പേര്? ഞാനൊക്കെ ആയിരിക്കുമ്പം താമരദാസൻ അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ പുസ്തകം തുറക്കാൻ സമ്മതിക്കുമായിരുന്നു. ഞായറാഴ്ചത്തേക്ക് സൺഡേ സ്കൂൾ പഠിക്കാനുള്ള വാക്യം പഠിയട, അങ്ങനെയല്ലായിരുന്നു. ഞാൻ മർത്തോമ ഇന്ന് രക്ഷിക്കപ്പെട്ടു വന്ന 50-56 വർഷം മുമ്പാ. മർത്തോമയിലായിരിക്കുമ്പം പെന്തിക്കോസിലൊന്നും അല്ല. ആ മാതാപിതാക്കൾ പോലും ഇന്ന് ഞായറാഴ്ച കഴിയുമെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വിടും. അല്ലേ? നമ്മൾ ദൈവത്തിനൊന്നുമല്ല പ്രയോറിറ്റി കൊടുക്കുന്ന. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ കർത്താവിന് കൊടുക്കണം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെ സകലവും തരത്തില്ല കേട്ടോ. സൗരന്മാരെ തെറ്റിദ്ധരിക്കരുത്. സകലം തരുവാറേ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു, നിൽക്കുമായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച ഞാനൊരു 56-57 വർഷമായി വിശ്വാസി വന്നിട്ട് ഈ പ്രാർത്ഥിച്ച് എൻ്റെ 10% പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി തന്നിട്ടില്ല. തരാത്തതിന് സ്തോത്രവാ. സാബീത് പ്രാർത്ഥിച്ചില്ലേ? ഞാൻ സമ്പന്നനാകാനും ദരിദ്രനാകാനും ഇടയായി. സമ്പന്നനായാൽ ഞാൻ ദൈവത്തെ എന്തോ ചെയ്യും? നമ്മളൊക്കെ കഷ്ടതയിൽ കൂടെ ജീവിച്ച കാലത്തുണ്ടായിരുന്ന ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തൊട്ടു നോക്കണം. ഞാനൊക്കെ രാത്രി ഇടയ്ക്ക് ജീവനുണ്ടോന്ന് ശ്രദ്ധിക്കുന്ന പോലെ. ഞാനിവിടെ തന്നെ ഉണ്ടോന്നേ? അതോ ഞാൻ പോയോ, ദൈവസേനയിലായോ എന്ന്. ഈ കൊച്ചിലെ എനിക്ക് 3 പിള്ളേരാണ്. അവരൊക്കെ അല്ലേ വലിയ പിള്ളേരായി. മൂത്ത മോള് 44 വയസ്സായി, 37 വയസ്സ് ഇളയത്, ഇടയ്ക്ക് 40 ഒരുത്തൻ. ഇവരും ഞങ്ങൾ ഇങ്ങനെ സഭാ ശുശ്രൂഷയിലായിരിക്കുമ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ കൊച്ചുങ്ങളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. 4 മണിയാകുമ്പോൾ ഇവർ വരുമ്പം 4 മണിക്കത്തേക്ക് കൊടുത്ത് വൈകിട്ട് താണ്ട് മോനെ ഇവിടെ ഇരിപ്പുണ്ടടാന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളങ്ങ് പോകും. വീട് പൂട്ടി താക്കോലും കയ്യിലെടുക്കും, തമ്പുരാനെ ഏൽപ്പിച്ചു പോവുക. തിരികെ വരുമ്പം 9 മണിയും 10 മണിയൊക്കെ ആകുമ്പം ഈ വന്നിട്ട് ഓരോരുത്തരും മൂക്കി കൈവച്ച് നോക്കിയിട്ടുണ്ട്, നിങ്ങൾ ജീവിച്ചാണോ? കാരണം എന്താ കാട്ടിക്കൂടുന്നെന്ന് നമുക്ക് അറിയത്തില്ല. കർത്താവിനെ ഏൽപ്പിച്ച കർത്താവ് ഒരു കുഴപ്പവും വരുത്തിയില്ല. 3 മക്കളും 6 കൊച്ചുമക്കളുള്ള ഒരു വല്യപ്പനാ. ദൈവം ഇന്ന് വരെ നടത്തി. എൻ്റെ മൂത്ത മോൾ ഇവിടെയുണ്ട്. അവള് ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, അപ്പാ ഞങ്ങളെ ഇച്ചിരൂടെ ഞങ്ങളുടെ പഠനത്തെ അപ്പാ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, എന്നെ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, എന്നെ നിങ്ങൾ നിത്യതയ്ക്ക് അവകാശികളാക്കുക എന്നുള്ളതാ പഠിക്കുക. അത് നിങ്ങൾ ആയിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് വേണ്ടതൊക്കെ ദൈവം തരും. 3 പേർക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഭൂമിയിൽ നിങ്ങൾക്കൊന്നും സമ്പാദിച്ചൊന്നും തരത്തില്ല. നിങ്ങൾക്ക് നല്ല കഴിയുന്ന മാക്സിമം വിദ്യാഭ്യാസം തരാം. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് തരാമെന്നുള്ളത്. അത് അത്യാവശ്യമൊക്കെ കൊടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഇങ്ങനെ ദൈവം വരെ നടത്തി. 3 പേരും ദൈവകൃപയിലാണ്. മൊത്തം ഇവിടെ മാക്സിമം അവരെ ഒരു ഫെയ്ത്ത് ഹോമിൻ്റെ നിലയിൽ അവരെ കുടുംബമായിട്ട് കർത്താവിനെ സാക്ഷിക്കുന്നു. മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. എൻ്റെ മകനും കുടുംബവും ഷാർജയിലുണ്ട്. ഒരു സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററാണ്. ഇളയ മോളും കുടുംബവും ന്യൂയോർക്കിലുണ്ട്. അവളവിടെ ചർച്ചിലെ കൊയറിലെ ഒരു പ്രധാന ആളായിട്ട് ഒക്കെ അവർക്ക് കിട്ടിയ ദൈവകൃപയ്ക്കൊത്തോണം ദൈവത്തെ സാക്ഷിക്കുന്നു. അങ്ങനെ ദൈവം തന്ന കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്നു. നമ്മൾ എല്ലാ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും പറയുക, നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്താൽ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും. അതോടുകൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവനും ഭക്തിക്കും ഒക്കെ നമ്മളിപ്പോൾ ഒത്തിരിയൊക്കെ സമ്പാദിച്ചാലേ, സഹോദരന്മാരെ ഒരു കാര്യം ഓർത്തോണേ, നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. അമേരിക്കയിലൊക്കെ ചെന്നാൽ 2, 3 ജോലി ചെയ്യുന്ന ഒത്തിരി സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം ഈ 98 തൊട്ട് അമേരിക്ക ഇങ്ങനെ ദൈവം അയച്ചിട്ട് പോകാനെന്നും പറഞ്ഞാൽ എനിക്കൊരു അർഹതയുമില്ല. ദൈവമൊക്കെ കൊണ്ട് എന്നെ ഇങ്ങനെ വിട്ടു. അപ്പം ഞാൻ താമസിക്കുന്നത് 98 പോയ വീട്ടില 2023 പോയപ്പോഴും താമസിച്ച ആ വീടുകൾ എനിക്കിന്നും ഫ്രീയാ താമസിക്കാം. ഇന്ന് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഒത്തിരി ബന്ധപ്പാടുള്ളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും കരുതലും ഒക്കെ കൂടെ. ഇവർ വളർന്ന് വരുമ്പോഴേ ഈ ഒരു ഡിഗ്രി ഒക്കെ പഠിക്കും. നമ്മുടെ പിള്ളേർ മിക്കവാറും ഒക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്യും. കുഴപ്പ പിള്ളേരൊക്കെ പല കോളേജും പലതൊക്കെ ചേർന്നിട്ട് പിന്നെ എസ്കേപ്പ് ചെയ്ത് അവരങ്ങ് പോകും. ഒടുവിൽ ഒന്നും എത്തുകയില്ല. വല്ല ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുക. എന്താണേലും ഈവനും ഇവളും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു ടീനേജൊക്കെ കഴിയുമ്പം ഒരു അപ്പാർട്ട്മെന്റ് എടുത്തങ്ങ് മാറും. അപ്പനും 2, 3 ജോലി ചെയ്ത് ഈ പിള്ളേരെ കോളേജിലും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ലോണൊന്നും എടുക്കാതെ കഷ്ടപ്പെട്ട്, ഞാൻ ചിലപ്പം പറയും ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഞങ്ങളെപ്പോലുള്ള വിസിറ്റിംഗ് ചെല്ലുന്ന ഉപദേശിമാരാ. ഇവർക്ക് കഴിക്കാൻ നേരമില്ല. ഇവർ വല്ല കിച്ചണിലും കാണും, അവിടെ ഒരു ടേബിളൊക്കെ ഉണ്ടല്ലോ, ഇട്ട് അത് കാണും കഴിച്ചു ഓടിപ്പോവുക അടുത്ത ജോലിക്ക്. കൊച്ചു പിള്ളേരായിരിക്കും പെട്രോൾ പമ്പിൽ വെച്ചാൽ കൈമാറുന്നത്. ഭാര്യ രാവിലെ ജോലിക്കും ഭർത്താവ് നൈറ്റ് കഴിഞ്ഞാൽ അല്ലെ തിരിച്ചോ ഈ വരുമ്പോൾ ഇവരെ ഇവർക്ക് തമ്മിൽ പറഞ്ഞു ഒത്തിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പിൽ പിള്ളേരെ കൈമാറി വെച്ച് പിന്നെ ഇവർ പോകുക. ക്രൈസ്തലോ ആ പിള്ളേരിൽ ഒത്തിരി പേര് ദൈവകൃപയെന്നങ്ങ് പോയി. എന്നാ ഒരു ജോലി ചെയ്ത് പാസ്റ്റർ എനിക്കത് മതി, എൻ്റെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സത്യോപദേശത്തിൽ പത്യവചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഇന്നും അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബിരുദ പ്രാപിക്കുന്നവരായി നിത്യതയ്ക്കൊരുക്കുന്നവരായിരിക്കണം. ദാനിയേൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ മക്കളെ നിങ്ങളത് ശ്രദ്ധിക്കണം. രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയെന്ന് ഹൃദയത്തെ നിശ്ചയിച്ചു. ഷണ്ണാധിപനോട് ഇവരുടെ മേൽവിചാരകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു 10 ദിവസത്തേക്ക് പച്ചവെള്ളവും ശാഖപദാർത്ഥവും താ, അത് കഴിഞ്ഞിട്ട് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ മാറാം പറഞ്ഞ. പ്രമാണത്തിൽ നിൽക്കുന്നവന്റെ മുഖം പാടാതെ നിർത്താൻ അവന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്നും ദൈവത്തിന് സ്തോത്രം. എന്നാ യുദ്ധം വന്നാലും എന്നാ പ്രതിസന്ധി വന്നാലും നിന്നോടും നിന്റെ തലമുറയോട് ദൈവം ഒരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ കൂടുതൽ ചോദിക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കാന്നുണ്ട്. യുക്രൈനിലെ യുദ്ധത്തിൽ വന്നു, ഇപ്പൊ ഡോക്ടറായിട്ടാണിത് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യുദ്ധം വന്നാലും കലകം വന്നാലും ഭൂമി ഇളകി മറിഞ്ഞാലും നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നടത്താൻ ദൈവശക്തന്. ഒരപ്പന് വീഴുന്ന വേദനിക്കുക, കൊച്ചിന് പനിയാ, അടുത്ത ദിവസം എന്തോ ചെയ്യണം, എൻട്രൻസ് എക്സാം അല്ലേ, അത് എഴുതണം, ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, പ്രാർത്ഥിച്ചു ദൈവം പ്രവർത്തിക്കും. നമ്മൾ പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നു, ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെ വിസിറ്റിങ്ങിനൊക്കെ പല രാജ്യങ്ങൾ പോകും. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ അമേരിക്കയിൽ ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അടുത്ത മണിക്കൂറിൽ 1 മണിക്കൂർ ഓൺലൈനിൽ ഒരു മെസ്സേജ് കൊടുക്കണം. എനിക്ക് എൻ്റെ ഇളയ മോള്, അവളന്ന് മംഗലാപുരത്ത് പഠിക്കുക, അവളൊരു ഫോൺ കോള് എനിക്ക് തന്നു. അപ്പാ, അവളവിടെ ആങ്ങളെ ചാച്ചി എന്നാണ് വിളിക്കുന്നത്, ചാച്ചിക്ക് ഒരു ആക്സിഡൻറ്റ് വന്നു, ഹോസ്പിറ്റലാണ്, SIBCയിൽ അവൻ പഠിക്കുക. അവിടെ നിന്ന് ബൈക്കെ പുറത്തോട്ടിറങ്ങിയപ്പം വേറൊരു ബൈക്ക് വന്നിടിച്ചു, എൻ്റെ കുഞ്ഞ് ആശുപത്രിയിലായി. ഒരപ്പനെന്ന നിലയിൽ എനിക്ക് മാക്സിമം വേദനയുണ്ട്. പക്ഷേ അടുത്ത മണിക്കൂറിലെ മെസ്സേജ് എനിക്ക് പറയാൻ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ അവനെ പ്രാർത്ഥിച്ച് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. എൻ്റെ കുഞ്ഞിനെ സുരക്ഷിത വലയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഞാൻ ആ മെസ്സേജ് കൊടുത്തു. ഞാൻ താമസിക്കുന്ന വീട്ടിലേനേക്കാൾ പ്രായമുള്ളൊരു അങ്കിളാ. അച്ഛൻ എന്നെ ചോദിച്ചു, തോമസ് കുട്ടി പാസ്റ്റർ നിനക്കെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ അനീച്ചയ, ഞാൻ ആരെ സേവിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എന്നെ മാത്രമല്ല എൻ്റെ തലമുറയും കാക്കാൻ ശക്തനാ. ഞാൻ കിടന്ന് അവിടെ കൈയും കാലും വിട്ടടിച്ചാൽ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ഉപതിയ സഹോദര, നിന്നെ മാത്രമല്ല നിന്റെ കുഞ്ഞിനെ അറിയാം. അവളൊക്കെ കിംസിൽ നിന്നല്ലേ പറയും, എവിടാ
എയിംസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത് ദൈവം പദ്ധതി തരും. പനിയൊക്കെ ഇന്ന് രാത്രി പോയെന്ന് ധൈര്യമായിട്ട് ടെൻഷൻ ഒന്നും അടിച്ച് ഉറങ്ങാതിരിക്കല്ലേ കേട്ടോ. പ്രാർത്ഥിക്കാൻ ഉറങ്ങാതിരുന്നു കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക, സൗഖ്യമാക്കി. ഇവിടെ ഇത്രയും ദൈവസഭ ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിച്ചില്ലേ, അപ്പോഴേ സ്വർഗം മറുപടി തന്നിരിക്കുക. ദൈവമക്കൾ ഓർക്കണം, ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഭയങ്കര എഫക്റ്റാ. ഞാനിങ്ങനെ പറഞ്ഞു പ്രസംഗിച്ചുമില്ല, സമയം ഇപ്പം 10-ാം ദിവസം വന്ന സമയത്ത് എനിക്കൊരു മെലഹീനതയുണ്ട്, ടൈം പാലിക്കണം. അതുകൊണ്ട് ഞാൻ നിർത്തും, പ്രസംഗിച്ചാലും പ്രസംഗിച്ചില്ലേലും അത്യാവശ്യം ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടേണ്ടത് കിട്ടിയില്ലേ? പ്രൈസറോ, ഞാൻ ഈ വലിയ പ്രസംഗനൊന്നും അല്ലെന്നേ. അപ്പം ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ഒന്നാമത് ചെയ്യേണ്ട എന്നാ ചെയ്യണം? പെന്തിക്കോസുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, ശകലം ഭാരമാ. നമുക്ക് ചിലപ്പം നമ്മുടെ നാക്കെ വളയുന്നത് ഷായും തമ്മിൽ ഭയങ്കര അർത്ഥ വ്യത്യാസമാണ്. ഇവിടെ പറയുന്നത് സകല ഭാരം എന്തോ ചെയ്യണം? ശകലമല്ല, കുറച്ചിരിക്കട്ടെ. കണ്ട് വലിയമ്മ കാളവണ്ടിയെ കയറിയ പോലെ തളിച്ചു മുടുവായി പോകുന്ന കണ്ടുകൊണ്ട് കാളവണ്ടിക്കാരന് മനസ്സിലായി തോന്നി, എന്റെ തള്ള ഇതേ കയറിക്കോ എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോ വലിയമ്മ തലയെ തുമടും വെച്ചോണ്ട് കാളവണ്ടിയെ ഇരിക്കുകയാണ് കൂളായിട്ട്. എന്റെ തള്ളെ, നിങ്ങളെ ഞാൻ ഈ വണ്ടിയെ കയറ്റി എന്തിനാ? നിങ്ങളുടെ തലയിലെ ഭാരം ഒന്ന് ഒഴിയിട്ട് നിങ്ങളുടെ പെടലി ഒന്ന് നേരെയായിട്ട് വേണ്ട. അപ്പൊ തള്ള തിരിച്ചു പറയാ, വലിയമ്മ തിരിച്ചു പറയാ, എന്റെ കുഞ്ഞെ എന്നെ കയറ്റി, ഇനി ഈ ഭാരം കൂടെ. ഇതുപോലെ നമ്മൾ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ നമ്മൾ വരൂ. ദൈവത്തെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കണ്ട. എടാ, ഇങ്ങോട്ട് വെച്ചോളാനല്ലേ പറഞ്ഞേ, ഇഷ്ടോളാനല്ലേ പറഞ്ഞേ. നിന്റെ ഭാരം എന്റെ മേൽ വെക്ക്, ഞാൻ നിന്നെ എന്തോ ചെയ്യും? പുലർത്തും. അതുകൊണ്ട് സകല ഭാരവും ഇന്ന് പകൽ ഈ സന്ധ്യയിൽ ഈ ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ദൈവജനം സകല ഭാരവും വിട്ടിട്ട്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം, വിശദീകരിപ്പാൻ സന്തോഷമുണ്ടെങ്കിലും സമയമില്ലാത്ത തുണിയെ ഇവിടെ നിർത്തുക. മുറുകെ പറ്റുന്ന, ഞാൻ വിട്ടാലും എന്നെ വിടുകയെന്ന് പറയുന്ന പാപങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി. അതിന് ദൈവം സഹായിക്കട്ടെ. വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കുന്ന കർത്തദാസനോടും ശ്രദ്ധിച്ച സഭയോടും നന്ദി വന്ദനം.